ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും ബീഫ് വരട്ടിയത് റെഡിയാക്കിയാലോ. നെയ്ച്ചോറ് ബീഫ് എന്ന് പറയുന്നത് തന്നെ പിടി വിട്ടൊരു ടേസ്റ്റാണ്, ഒരു അടിപൊളി കോംബോ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ നെയ്ച്ചോറ് ബീഫ് കറിയും ബീഫ് വരട്ടിയതും കാണാം. അപ്പം ഞാനിത് അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ഹാഫ് മാറ്റിയിട്ട് കുറച്ച് കറിയും കുറച്ച് വരട്ടിയതുപോലെ ആക്കുന്നത്. ഇത് ഫുള്ളായിട്ടൊന്നും കറിയിലിട്ട് എല്ലാവരും പീസ് ഫുള്ള് കഴിക്കണം എന്നില്ലല്ലോ. അപ്പോൾ വരട്ടിയത് കൂടിയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നെയ്ച്ചോറിൻ്റെ കൂടെ. അപ്പോൾ ഇത് വരട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ചെറിയ കുക്കറിൽ മാറ്റി വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ളത് ഞാനൊരു വലിയ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ കറി വെക്കാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് വരട്ടിയത് വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയായിരിക്കും. എന്നിട്ടിതാ വരട്ടാൻ വേണ്ടിയിട്ടുള്ള ബീഫിലോട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് ഇട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്നെല്ലാം തിരുമ്മി മിക്സ് ചെയ്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും ഒരേ സമയം തന്നെ ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാദ്യം പറയുന്നത് ഫുള്ള് വരട്ടിയതിൻ്റെയാണ്. ഇനിയിപ്പോൾ ഇതൊരു ചെറിയ ഗ്രൈൻഡറിൽ ഒരു പീസ് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 വേണ്ടി വരും. പിന്നെ കുറച്ച് വറ്റൽ മുളക് ഒരു 4-5 വേണം. പിന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഫെന്നൽ സീഡ് ഉണ്ടല്ലോ, വലിയ ജീരകം, അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അരക്കണ്ട, ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി വെള്ളം അധികം ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം എന്താ പറയുക, കളയണ്ട. എന്നിട്ട് അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ ഇതിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഏതെങ്കിലും ഒരു അരിപ്പൊടി, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാൻ. അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് എന്താ പറയുക ലെവലായിക്കോളും. പിന്നെ അതിലോട്ടൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ടെടുക്കുക. ഇനി ഇതാ വേറൊരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഒരു 1/2 കപ്പ് ചുവന്നുള്ളി തന്നെ വേണം. പിന്നെ കറിവേപ്പില, 2 വറ്റൽമുളക്. ഈ ബീഫിനെല്ലാം ചുവന്നുള്ളി ഇതെല്ലാം തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ വേവിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ എന്താ പറയുക ഫുള്ള് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു വരട്ടിയിട്ട് എടുക്കില്ല, അതുപോലെ നല്ല തിക്കായിട്ട്. വെളിച്ചെണ്ണ കുറവുണ്ടെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി വേണമെങ്കിൽ മേലെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഇതാ വരട്ടി എടുത്തിട്ടുള്ള അടിപൊളി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ വേറൊരു എന്താ പറയുക കറി വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലോട്ട് നമുക്ക് കുറച്ച് ഇതെല്ലാം പൊടിച്ചെടുക്കാനുണ്ട്. ഒരു മസാല പൊടി റെഡിയാക്കാൻ. അതിന് വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ബേ ലീഫ്, 2 വറ്റൽ മുളക്, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 2 പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇതെല്ലാം ഇട്ടിട്ടൊന്ന് എന്താ പറയുക ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ബീഫ് കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കുക. അടിപൊളി മസാലപ്പൊടി ഇത്. ഇനി ഇത് കറി വെക്കാനുള്ള വലിയ കുക്കറിലിട്ട ബീഫ് ഉണ്ടല്ലോ അതിലേക്ക് ഞാനൊരു 2 വലിയ ഉള്ളിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, ഒരു വലിയ തക്കാളി, പിന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി. ഇത് ഇട്ടിട്ട് ഇതും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് ഇത് മിക്സ് ആക്കണം. എന്നിട്ട് ഇതിലോട്ടൊരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് അവിടെ വേവിക്കാൻ വെക്കാം. ഓരോ ബീഫിൻ്റെ പോലെ ഇരിക്കും വെള്ളവും ഇതുമെല്ലാം. ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള എന്താ പറയുക ഇത്തിരി ഗ്രേവി ഉള്ളൊരു ഇതാണ്, അധികം വറ്റിച്ചെടുക്കുന്നില്ല. ഞാനിത് വേറൊരു പാനിലോട്ട് ഇത് വെള്ളം പോകാൻ വേണ്ടി ഞാൻ ടിഷ്യൂ കൊണ്ടൊന്ന് തുടച്ചെടുത്തതാണ്. അതിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുക.
പിന്നെയും ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതന്നെ. അപ്പോൾ കുറേ ചുവന്നുള്ളി വേണ്ടി വരും. എന്നിട്ട് വീണ്ടും നെയ്യിൽ ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. തേങ്ങ കൊത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടി ഇട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, പക്ഷേ ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, അത് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് വറ്റിയിട്ടുള്ളതാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഈ സമയത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടാൽ ഭയങ്കര സ്മെല്ലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഉപ്പെല്ലാം നോക്കിയിട്ടിടുക. കുറച്ചും കൂടി വേണമെങ്കിൽ കറിവേപ്പില മേലിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നെയ്ച്ചോറിനായതുകൊണ്ട് ഞാൻ ഇത്തിരി ലൂസായിട്ടുള്ള ഗ്രേവി ഉള്ളതായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസിയാണിത്, പെട്ടെന്ന് പണി തീരും. ഒരു ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതിൻ്റെ കൂടെ വരട്ടിയതും കൂടെ ആക്കിയാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് കറിയും ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്, അത് പിന്നെ എല്ലാവർക്കും അറിയുന്നതന്നെയല്ലേ. ഞാനിത് നെയ്ച്ചോറ് ഒരു സൈഡിൽ ഉണ്ടാക്കും, അപ്പുറം ബീഫ് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അതിനൊരേ സമയത്ത് ചെയ്തതാണ്. അതുകൊണ്ട് നെയ്ച്ചോറിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ബീഫ് കറിയെല്ലാം കാണാം. നെയ്ച്ചോറിൽ ഞാനൊരു 2 വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി നെയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ആ ഒരു ഫ്ലേവറും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ക്യാരറ്റും അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, കാണാനൊരു മുഞ്ചിന്. പിന്നെ ഇത് ഉപ്പും ചെറുനാരങ്ങ നീരെല്ലാം ഇട്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന പാകത്തിന് ഒഴിച്ച് മൂടി വെച്ച് അരിയെല്ലാം ഇട്ട് വെന്ത്. ഇപ്പം നെയ്ച്ചോറ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നെയ്ച്ചോറും ബീഫ് വരട്ടിയതും പപ്പടവും അച്ചാറും ലൈം ടീയും, അങ്ങനെ അടിപൊളി ലഞ്ച്. അടിപൊളി ടേസ്റ്റാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ ബൈ.